അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉള്ള കുഞ്ഞുങ്ങളിൽ അവരുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും അവരുടെ മുഖത്തിന് ഷേപ്പ് മാറാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് നമ്മൾ അഡിനോയിഡ് ഫേസ് എന്ന് പറയുന്നത്. ഇത് എന്താണെന്നും ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നും നമുക്കൊന്ന് നോക്കാം. അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉള്ള ഒരു കുട്ടി അവരുടെ മൂക്ക് പലപ്പോഴും അടഞ്ഞാണ് ഇരിക്കുന്നത്, പ്രത്യേകിച്ച് രാത്രികൾ. ഇങ്ങനെ സ്ഥിരമായി വരുന്ന സമയത്ത് അവർ വായിലൂടെ ശ്വാസം എടുക്കാൻ തുടങ്ങും. ഇത് സ്ഥിരമായി ഇങ്ങനെ വായിലൂടെ ശ്വാസം എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഫേഷ്യൽ മസിൽസിൽ ചേഞ്ചസ് വരാം. അതുപോലെ തന്നെ അവരുടെ ജോൻ്റെ ഒരു ഗ്രോത്തിലൊരു പാറ്റേണിലും ചേഞ്ചസ് വന്നു തുടങ്ങും. അതിൻ്റെ ഫലമായി ചില കുട്ടികളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫേഷ്യൽ പാറ്റേൺ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ കുട്ടികളിൽ എപ്പോഴും വായ തുറന്നു തന്നെ ഇരിക്കും. അതുപോലെ തന്നെ മുഖത്തിൻ്റെ താടിയെല്ലൊക്കെ കുറച്ച് മുന്നോട്ടേക്ക് വരുന്നത് പോലെ തോന്നും. മുന്നിലെ പല്ലുകൾ കുറച്ചുകൂടെ പ്രൊട്രൂഡ് ചെയ്തിട്ട് കാണാം. വായയുടെ മുകളിലെ പാലറ്റ് നേരമായിട്ട് കാണപ്പെടും. മുകൾ ഭാഗത്തെ ചുണ്ട് കുറച്ച് പൊന്തിയിട്ടിരിക്കുക. അതുപോലെ ജോ അലൈൻമെൻറ്റിൽ മൊത്തത്തിലൊരു പ്രശ്നം വന്നു തുടങ്ങും. ഈ ഒരു പാറ്റേണിനാണ് നമ്മൾ അഡിനോയിഡ് ഫേസ് എന്ന് പറയുന്നത്. ഇത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ കേസിൽ മിക്കവാറും അലർജി കുട്ടികളിൽ കാണുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് കോൾഡ് വന്നുകൊണ്ടിരിക്കുന്നത്, അതുപോലെ സ്ഥിരമായി നിൽക്കുന്ന നെയ്സൽ ഇൻഫ്ലമേഷൻ. ഈ കാര്യങ്ങൾ സ്ഥിരമായി നിൽക്കുന്തോറും കുട്ടിക്ക് അഡിനോയിഡ് ഹൈപ്പർട്രോഫി കൂടിക്കൊണ്ടേയിരിക്കും. അലർജിയുടെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ടെടുത്ത് കുട്ടികളിലെ ആ നെയ്സൽ എയർവേ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ കുട്ടി മൂക്കിലൂടെ തന്നെ ശ്വസിക്കാൻ തുടങ്ങും. ഇതുവഴി തന്നെ വായയിലുള്ള ബ്രീത്തിങ്ങും എല്ലാം കുറഞ്ഞു വരികയും ചെയ്യും. ഇങ്ങനെ മൗത്ത് ബ്രീത്തിങ് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ മൂക്കിലൂടെ നോർമൽ ബ്രീത്തിങ് വരും തോറും നമ്മുടെ ഈ ഫേഷ്യൽ മസിൽസ് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവും. അങ്ങനെ തന്നെ ആ ഗ്രോത്ത് പാറ്റേൺ കറക്റ്റ് ആവുകയും ഇതൊരു നോർമൽ ഫേസിലേക്ക് എത്തുകയും ചെയ്യും. ഈ മൗത്ത് ബ്രീത്തിങ് എപ്പോഴാണോ ഒരു ഹാബിറ്റ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ പാരൻസ് ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക, അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനൊപ്പം തന്നെ കുട്ടി അപ്പോഴും മൗത്ത് ബ്രീത്തിങ്ങിൽ കൂടെ തന്നെയാണ് പോകുന്നത്, അതുപോലെ തന്നെ സ്നോറിങ് ഇതിനൊപ്പം കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഫിസിഷ്യനെ കാണിക്കേണ്ടതാണ്. ഈ ഏർലി സ്റ്റേജസിൽ തന്നെ നമുക്ക് അഡിനോയിഡിനൊപ്പമുള്ള നെയ്സൽ ബ്ലോക്ക് ആണെങ്കിലും അലർജി ആണെങ്കിലും കണ്ടുപിടിക്കുകയും കൃത്യമായിട്ട് അതിനുള്ള ചികിത്സ കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫേഷ്യൽ മസിൽസിൻ്റെ ആ ഗ്രോത്തൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യും. അത് പഴയ രീതിയിൽ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. കുട്ടികളിൽ കാണുന്ന അഡിനോയിഡ് അതുപോലെ തന്നെ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.